ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മാരുതി സുസുക്കി ഈ വിറ്റാരയാണ്. അപ്പോൾ നമ്മൾ കുറേ അധികം നാളായിട്ട് നമ്മൾ മാരുതിയുടെ ഭാഗത്ത് ഒരു ഇലക്ട്രിക് വാഹനം എന്ന് വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു ഉത്തരവുമായിട്ടാണ് മാരുതി സുസുക്കി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവരുടെ ഫസ്റ്റ് ഇലക്ട്രിക് വാഹനമായിട്ടുള്ള ഈ വിറ്റാര കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ വിറ്റാര നമ്മൾ നേരത്തെ തന്നെ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ കണ്ടിരുന്നതാണ്. ആ ഒരു സമയം മാരുതി ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ എല്ലാ ഡീലർഷിപ്പുകളിലേക്കും വാഹനങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതെല്ലാം ലോഞ്ചിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടികളാണ്. ഇതെല്ലാം തിരിച്ച് മാരുതിയിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ലൈനിൽ നിന്നുള്ള വണ്ടി അധികം താമസിയാതെ തന്നെ നമ്മുടെ ഡീലർഷിപ്പുകളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ടോപ്പ് ഓഫ് ദി ലൈനായിട്ടുള്ള ആൽഫ എന്ന് പറയുന്ന ട്രിം അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം 3 വേരിയൻസിലായിരിക്കും ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ഡെൽറ്റ, സീറ്റ, ആൽഫ. സിഗ്മ ഉണ്ടാവില്ല, അതിന് പകരം ഡെൽറ്റ, സീറ്റ, ആൽഫ 3 വേരിയൻസിലായിരിക്കും. 2 മോട്ടോർ ഓപ്ഷൻസിലായിരിക്കും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഗ്രാൻഡ് വിറ്റാരയിലേക്ക് അല്ലെങ്കിൽ ഈ വിറ്റാരയിലേക്ക് വരുമ്പം ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ കുറേ അധികം നാളായിട്ട് വാഗണാർ, ഇലക്ട്രിക് വാഗണാറിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഗണാറിൻ്റെ ടെസ്റ്റ് മ്യൂളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സ്പൈ ഷോട്ട്സും പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ പേഴ്സണലി ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് വാഗണാർ ആയിരിക്കും ആദ്യം വരുന്നത്. ഇലക്ട്രിക് വാഗണാർ വന്നതിന് ശേഷമായിരിക്കും ബാക്കി മോഡൽസ് അല്ലെങ്കിൽ പുതിയ മോഡൽസ് വരുന്നതാണ് നമ്മളെല്ലാവരും ഒരേപോലെ വിചാരിച്ചിരുന്നത്. പക്ഷേ വളരെ സർപ്രൈസിംഗ് ആയിട്ട്, വളരെ പ്രീമിയമായിട്ട്, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കുറേ അധികം അപ്ഡേറ്റ്സുമായിട്ടാണ് ഈ വിറ്റാര ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു മാരുതി അല്ലെങ്കിൽ മാരുതി സുസുക്കി വാഹനത്തിൽ പ്രതീക്ഷിക്കുന്നേക്കാൾ അപ്പുറം ഫീച്ചേഴ്സായിട്ടാണ് ഈ വിറ്റാര ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, ലെവൽ 2 അഡാസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പം മാരുതി എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. മാരുതിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡ് ഓഫർ ചെയ്യുന്ന റിലയബിലിറ്റിയും ഹാസൽ ഫ്രീ ആഫ്റ്റർ സെയിൽസ് എക്സ്പീരിയൻസ് ആണ് മാരുതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇലക്ട്രിക് വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കണമെന്ന് മാരുതിക്ക് നിർബന്ധം, അല്ലെങ്കിൽ മാരുതി സുസുക്കി എന്ന് പറയുന്ന ബ്രാൻഡിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇത്രയും സമയം നമുക്ക് ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഇലക്ട്രിക്കിലേക്ക് മാരുതി വരാൻ ഇത്രയും സമയമെടുത്തത്. അപ്പം നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് അറിയാം. ഇപ്പോൾ ടാറ്റ ആയാലും MG ആയാലും BYD ആയാലും വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് അവരുടെ ഈ പ്രോഡക്ട്സ് മാർക്കറ്റിൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് മാരുതിയിൽ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഫില്ലായിരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റായി ഈ വിറ്റാര എത്തിയിട്ടുണ്ട്. ഇനിയും 7ഓളം ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാരുതി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് വിറ്റാര എന്നാണ് എപ്പോഴും മനസ്സിൽ വരുന്നത്. ഈ വിറ്റാരയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ ആദ്യമേ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് നമുക്ക് വരുമ്പം ഒരു സുസുക്കിയുടെ ലോഗോ കാണാം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ക്രോം എലമെൻറ്റ്സ് വളരെ കുറവാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് നമുക്ക് ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പം നമുക്ക് ഒരു 3 പോയിൻറ്റ് മാട്രിക്സ് LED ഹെഡ്ലാമ്പാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പ്രൊജക്ടർ യൂണിറ്റാണ് വന്നിരിക്കുന്നത്. LED പ്രൊജക്ടേഴ്സാണ്. അത്യാവശ്യം ബൾക്കി ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ഹെഡ്ലാമ്പിൻ്റെ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണക്റ്റിംഗ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് ഹെഡ്ലാമ്പ്സും കാര്യങ്ങളും വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെവൽ 2 അഡാസ് വരുന്ന വാഹനമാണ്. അത് മാത്രമല്ല, ലൈറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഫോഗ് ലാമ്പിന് പുറമെ നമ്മുടെ പ്രൈമറി ഹെഡ്ലാമ്പ് എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ബീം സിസ്റ്റമുള്ള ഹെഡ്ലാമ്പാണ്. നമുക്ക് അഡാപ്റ്റീവ് ഹൈ ബീം സിസ്റ്റമുള്ള ഹെഡ്ലാമ്പാണ് നമുക്ക് ഈ വിറ്റാരയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഡ്രൈവറിൻ്റെ വിഷനെ അല്ലെങ്കിൽ കണ്ണിനെ ഹാം ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ വിഷനെ ഹാം ചെയ്യാത്ത രീതിയിൽ ഓട്ടോമാറ്റിക്കലി ഈ ലൈറ്റ്സ് അഡാപ്റ്റീവായിട്ട് തന്നെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടാവും. അതുകൂടാതെ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു DRL തന്നെയാണ് LED ഇൻഡിക്കേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പ്രീമിയമായിട്ട് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു കൺസോൾ മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ത്രോ ഉള്ള യൂണിറ്റാണ്. നമ്മൾ പൊതുവേ വെട്ടം കുറച്ച് കുറവാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു വാഹനം ഞാൻ ഇന്നലെ വൈകുന്നേരമായിരുന്നു ലോഞ്ച്. അപ്പോൾ രാത്രി വന്ന് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഫോഗ് ലാമ്പും അതേപോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള LED ഫോഗ് ലാമ്പ്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ പ്ലേസ്മെൻറ്റ് നമുക്ക് ആ ഒരു എയർ ഡാമിൻ്റെ ആ ഒരു പോർഷനുള്ളിലായിട്ടാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ മാറ്റമുണ്ട്. ഒന്നും നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന പോലെ പ്രീഡിസസേഴ്സിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്തതല്ല. ഈ വണ്ടിക്കായിട്ട് തന്നെ കുറേ പുതിയ മാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫോഗ് ലാമ്പിൻ്റെ ഹൗസിൻ്റെ മുകളിലും താഴെയായിട്ട് ചെറിയൊരു സിൽവർ ലൈൻ കാണാൻ സാധിക്കും. ഒരു ഗാർണിഷ് പോലെ കൊടുത്തിട്ടുണ്ട്.
അത് കഴിഞ്ഞ് നമുക്ക് എയർ ഡാമിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അഡാപ്റ്റീവ് ഷട്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മാക്സിമം എയറോഡൈനാമിക് ആയിട്ടാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു എന്താ പറയുക ഡ്രാഗ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു വിൻഡ് ബ്ലാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടുന്ന സമയത്ത് ഒരു രീതിയിലും നമുക്ക് ഈ പറഞ്ഞ കാറ്റൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി അഡാപ്റ്റീവ് ആയിട്ടുള്ള ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തെറ്റില്ലാത്ത അപ്രോച്ച് ആംഗിൾ വരുന്നുണ്ട്. അതുകൂടാതെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് 4 സെൻസേഴ്സ് മുന്നിൽ വരുന്നുണ്ട്. ഒബ്വിയസ്ലി ലെവൽ 2 ADASും 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഉള്ള ഒരു വാഹനം അല്ലെങ്കിൽ പാർക്കിംഗ് അസിസ്റ്റ് ഉള്ള വാഹനമായതുകൊണ്ട് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് ഫ്രണ്ട് പാർക്കിംഗ് ക്യാമറ കാണാൻ സാധിക്കും. വളരെ നീറ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. എന്താ പറയുക, ഈ വണ്ടി അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ട് തോന്നുമെങ്കിൽ പോലും വളരെ ബൾക്കി ആയിട്ടുള്ള വളരെ ബീഫി ആയിട്ടുള്ളൊരു വാഹനമാണ്. നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ബോണറ്റിൽ ഈ പറഞ്ഞ സ്കൂപ്ഡ് ഔട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളും കാണാൻ സാധിക്കും. ശരിക്കും വളരെ മസ്കുലർ ആയിട്ടുള്ള ഫീല് തോന്നിക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് എവിടേക്കോ ഏതൊക്കെയോ പോയിന്റിൽ ഫ്രണ്ടും ബാക്കും ഈ പറഞ്ഞ പോഷെ ഒരു ഡിസൈൻ പോലെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കുന്ന രീതിയിൽ തോന്നി. പിന്നെ കമ്പയർ ചെയ്യല്ല, പക്ഷേ ഞാൻ പറയണം അങ്ങനെ ഒരു പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ ചെറിയ ഒരു സാമ്യം എവിടെയൊക്കെയോ തോന്നി. അതേപോലെ നമുക്കിവിടെ എയറോ ട്വിൻ വൈപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ വൈപ്പർ ബ്ലേഡ്സ് അല്ല, എയറോ ട്വിൻ ബ്ലേഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു ഫ്രെയിമിനുള്ളിൽ ഇൻടാക്ട് ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അഡാസിൻ്റെ ക്യാമറയും റഡാറും കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്ലാസിൻ്റെ മേൾഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. വളരെ നീറ്റായിട്ട് തന്നെ ആ ഒരു ഭാഗമെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജിങ് പോർട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരുതി ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഇലക്ട്രിക്കിലോട്ട് കടന്നു വരാൻ ഏറ്റവും കൂടുതൽ സമയമെടുത്ത കാര്യം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ അവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്, ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ സർവീസ് സെൻറ്റേഴ്സിലും എല്ലാ ഷോറൂംസിലും ഫാസ്റ്റ് ചാർജിങ് പ്രൊവിഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയുള്ള പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നമ്മൾ ഈ ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് നമുക്ക് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാകും. പുള്ളി നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മാനേജറിനെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടികൾക്കായിട്ട് ഓൺ റോഡ് അസിസ്റ്റൻസും മാരുതി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങാൻ പോവുകയാണ് ഈ ഒരു വാഹനം റോഡിൽ ഇറങ്ങി തുടങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ വളരെ ബൾക്കിയായിട്ട്, ഓൾദോ ഇതൊരു കോമ്പാക്ട് സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണെങ്കിൽ ഇപ്പോൾ വളരെ ബൾക്കിയായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെ സൈഡ് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 18 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് നമുക്ക് ടോപ്പ് ഓഫ് ദി ലൈൻ ആയിട്ടുള്ള ആൽഫയിൽ വരുന്നത്. അതും നേരത്തെ പറഞ്ഞ പോലെ എയറോഡൈനാമിക് ഡിസൈൻ കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. 4 ബ്രേക്സും അല്ലെങ്കിൽ 4 ടയേഴ്സിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. റീജൻ വരുന്നുണ്ട്, ഈ പറഞ്ഞ പവർ റീജനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തന്നെ അലോയ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓൾ സൈഡ് റണ്ണിങ് ക്ലാഡിങ്സ് കാണാൻ സാധിക്കും. ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ്. റണ്ണിങ് ബോണിൻ്റെ ഭാഗത്തും നമുക്ക് ചെറിയൊരു എക്സ്ട്രാ ഒരു പീസ് ക്ലാഡിങ്ങിൽ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ടോട്ടലി സീൽഡ് ആണ്. വളരെ സേഫായിട്ടും ഒരുപാടധികം എന്താ പറയുക റോബസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും കഴിഞ്ഞ് ഈ ഷോക്ക് പ്രൂഫായിട്ടാണ് നമുക്ക് ബാറ്ററി താഴെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക്കിൽ ചെറിയ ലൈൻസും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ആ ഒരു ഡിസൈൻ എൻഹാൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് പുറമെ ORVMലേക്ക് വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില എലമെൻറ്റ്സ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് ഈ ഒരു ORVM എന്ന് പറയുന്നത് സാധാരണ മാരുതി വാഹനങ്ങൾ കണ്ടുവരുന്ന ഒരു ORVM തന്നെയാണ്. അത് ബോഡിയിൽ നിന്ന് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ നമുക്ക് താഴെയായിട്ട് കാണാം. LED ഇൻഡിക്കേറ്ററും അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ പറഞ്ഞ ലെയിൻ ഡിപ്പാർച്ചർ വാർണിങ്ങിൻ്റെ ഒരു നമുക്ക് കോഷൻ ലാമ്പ് വരുന്നുണ്ട്. നമുക്ക് ഡോർസ് ഓപ്പൺ ചെയ്യുന്ന ഹാൻഡിലും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഏകദേശം സെയിം കൈൻഡ് ഓഫ് ഡോർ ഹാൻഡിൽ തന്നെയാണ്. അതിൽ റിക്വസ്റ്റ് സെൻസറും കീ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. കീ ഫോബിലേക്ക് വരുമ്പോഴും നമ്മൾ നോർമൽ സുസുക്കിയിൽ കണ്ടുവരുന്ന ഒരു കീ ഫോബ് ബ്ലാക്ക് കോൺസെപ്റ്റിലുള്ള നെക്സ്റ്റ് കോൺസെപ്റ്റിലുള്ള ഒരു കീ ഫോബ് നമുക്ക് കാണാൻ സാധിക്കും. ഡോർ ഓപ്പണും അൺലോക്കും ലോക്ക് ബട്ടൺസ് അതിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡോസാണ്. നമ്മൾ നോർമൽ മാരുതി വാഹനങ്ങളിൽ നിന്ന് 50% മോർ ഹൈ ടെൻസൈൽ സ്റ്റീൽ യൂസ് ചെയ്താണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ നോർമൽ ഹാർടെക് പ്ലാറ്റ്ഫോമിന് പുറമെ ഇതിൽ ഒരു ഹാർടെക് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാക്കിലത്തെ ഡോർ ഹാൻഡിൽസ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ജനറേഷൻ സ്വിഫ്റ്റിൽ കണ്ട പോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ടാണ് ഡോർ ഓപ്പണിംഗ് ഹാൻഡിൽസ് കൊടുത്തിട്ടുള്ളത്. ബി പില്ലേഴ്സും കാര്യങ്ങളെല്ലാം ബ്ലാക്ക്ഡ് ഔട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രോം എലമെൻസും കാര്യങ്ങളൊന്നും വലിയ രീതിയിലൊരു വാഹനത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ ലൈനും നമുക്കൊരു നോർമൽ ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. പ്രോബബ്ലി ഒരു ആക്സസറി ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സ്പോർട്ടി ലുക്ക് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ക്രോം എലമെൻറ്റ്സ് വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. കൂടുതലും ബ്ലാക്ക് യൂണിറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പോർഷനിലെ ഫെൻഡർ കാണാൻ സാധിക്കും. വളരെ ബൾക്കി ആയിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് ഒരു സ്കൂപ്പും കാര്യങ്ങളും, അതേപോലെ ഒരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ വരുന്ന രീതിയിൽ റൂഫ് ലൈൻ വന്നിട്ടുണ്ട്. ഈവൻ ആ ഒരു ഷോൾഡർ ലൈൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്കതൊരു ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട്
നമുക്ക് ഫ്രണ്ട് ഫെൻഡറിൻ്റെ ഭാഗത്തെത്തുമ്പോൾ വീണ്ടും മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ആ ഒരു ബൾക്കി ഫീല് തോന്നിക്കുന്ന രീതിയിലാണ് ഒരു ഈ പറഞ്ഞ പോലെ ഷോൾഡർ ലൈനും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഈവൻ ഫെൻഡേഴ്സ് പോലും വളരെ ബൾക്കി ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ടോപ്പ് ഓഫ് ദ ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിൻഷീൽഡല്ല, നമുക്ക് ബാക്കി ഗ്ലാസ്സുകളെല്ലാം ടിൻറ്റഡ് ആണ് വരുന്നത്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ UV പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടാവും. റിയർ ടയേഴ്സിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പ് ഓഫ് ദി ലൈനിൽ നമുക്ക് 18 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. 4 ടയേഴ്സിലും ഡിസ്ക് ബ്രേക്കാണ് റീജൻ വരുന്നുണ്ട്. ടയേഴ്സിൻ്റെ ഡിസൈൻ വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ മാരുതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള ഡിസൈൻ ലാംഗ്വേജും കോൺസെപ്റ്റും കാര്യങ്ങളും, ടോട്ടലി ഒരു പുതിയ വാഹനം അല്ലെങ്കിൽ കുറേ അധികം എലമെൻറ്റ്സിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ക്രാഫ്റ്റഡ് ഫ്യൂച്ചറിസം എന്ന് പറയുന്ന നെക്സയുടെ ഒരു മോട്ടോയുടെ ഭാഗമായിട്ട് എന്താ പറയുക, വളരെയധികം പുതുമയോടുകൂടി തന്നെയാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ പോർഷൻ കാണുമ്പം പെട്ടെന്ന് നമുക്ക് എവിടെയൊക്കെ ഒരു പോർഷെ ഇൻസ്പയർഡ് എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞില്ല, വീണ്ടും എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് എവിടെയൊക്കെ ഒരു പോർഷെ ടച്ച് എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ബാക്കിലും ഒരു 3 പോയിൻറ്റ് മാട്രിക്സ് റിയർ ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. LED യൂണിറ്റാണ്, ഈവൻ ഇൻഡിക്കേറ്റേഴ്സ് പോലും LED ആണ് വന്നിരിക്കുന്നത്. കണക്റ്റിംഗ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു യൂണിറ്റ് തന്നെ വന്നിട്ടുണ്ട്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് മാത്രമേ ബാക്കിൽ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് എഴുത്തോ കുത്തോ കാര്യങ്ങളൊന്നും ഇപ്പോൾ അല്ലെങ്കിലും മാരുതി പൊതുവേ വേരിയൻറ്റ് നെയിമോ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും അറീനയിലായാലും നെക്സ വണ്ടികളിലായാലും വരുന്നില്ല. അതുകൊണ്ട് വളരെ നീറ്റായിട്ട് തന്നെ റിയർ എൻഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫ്രെയിം വരുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ്, ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. കണക്റ്റഡ് കോൺസെപ്റ്റിൽ തന്നെ അതും വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നടുക്കായിട്ട് നമുക്ക് വീണ്ടും സുസുക്കിയുടെ ലോഗോവും അതേപോലെ ഈ വിറ്റാരയുടെ ഒരു ലോഗോ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രോമിന് പകരം ഒരു വൈറ്റിഷ് അല്ലെങ്കിൽ ഒരു സിൽവർ ഷെയ്ഡിലാണ് ലോഗോ ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. ഈ വിറ്റാരയുടെ ഈ ഇലക്ട്രിക് വാഹനമായിട്ട് ഈ ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ അതും ഈ പറഞ്ഞ പോലെ ബൂട്ടിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടുവരുന്ന ലോഗോ എന്ന് പറയുന്ന സുസുക്കിയുടെ ലോഗോ എന്ന് പറയുന്നത് നമ്മൾ ഈ XL6 കാണുന്ന പോലെ ക്രോമാണ്. ഇവിടെ ക്രോമിന് പകരം നോർമൽ ഒരു സിൽവർ മാറ്റ് ഫിനിഷിലാണ് ലോഗോ കൊടുത്തിട്ടുണ്ട്. അതും കാണാനൊരു വ്യത്യാസം തോന്നിക്കുന്നുണ്ട്, കാണാനൊരു ഭംഗി തോന്നിക്കുന്നുണ്ട്. റിയർ ബമ്പേഴ്സിലേക്ക് വരുമ്പം നമുക്ക് കാണാം ബ്ലാക്ക് ഔട്ട് ആണ്. ഒരു ക്ലാഡിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ, ഓൾ സൈഡ് റണ്ണിങ് ക്ലാഡിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ എന്ന രീതിയിലാണ് ബമ്പേഴ്സ് വന്നിരിക്കുന്നത്. താഴേക്ക് ഒരു സ്കിഡ് പ്ലേറ്റ് മാതിരി ഒരു യൂണിറ്റ് കുറച്ചും കൂടെ ബൾക്കി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി വളരെ നല്ല രീതിയിൽ കൺസീൽഡ് ആണ്. അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു ഡമ്മി ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. മേ ബി ഫോഗ് ലാമ്പ് വല്ലതും ഫ്യൂച്ചറിൽ റിയർ ഫോഗ് ലാമ്പായിട്ട് ആഡ് ചെയ്യുമെന്ന് അറിയില്ല. ബാക്കിൽ റിവേഴ്സ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. അതേപോലെ റിഫ്ലക്റ്റേഴ്സും 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ലൈസൻസ് ബോർഡിൻ്റെ ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മേളിൽ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും അതേപോലെ LED ലൈറ്റ്സാണ് നമുക്ക് ബാക്കിലത്തെ ലൈസൻസ് ബോർഡിലേക്ക് വന്നിരിക്കുന്നത്. അത് കുറച്ചും കൂടെ ഒരു പ്രീമിയം ഒരു ലുക്ക് അല്ലെങ്കിൽ ഫിനിഷ് നൽകുന്നുണ്ട്. നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ബട്ടൺ ഈ ഒരു പോർഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു 3 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഈസി ആയിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ബൂട്ടാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു വന്നൊരു കാര്യം, ഈ വണ്ടികളെല്ലാം ഇപ്പം ഈ വണ്ടി എന്ന് പറയുന്നത് നമുക്ക് ലോഞ്ചിനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള വന്നിട്ടുള്ള വണ്ടിയാണ്. അപ്പം കുറേ കാര്യം ഡൈമെൻഷൻസിലും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ചാർജിങ് യൂണിറ്റാണ്. നമ്മൾ നോർമൽ സാധാരണ ഇലക്ട്രിക് വണ്ടികളിൽ കാണുന്ന പോലത്തെ ഒരു ചാർജിങ് അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയുടെ ടോട്ടൽ വീൽ ബേസ് എന്ന് പറയുന്നത് നമുക്ക് 2600 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് നമുക്ക് ഒരു സെക്കൻഡ് റോയിലും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ സാധിക്കുന്നത്. ബൂട്ട് ക്യാരിങ് കപ്പാസിറ്റി ഏകദേശം ഒരു 300 to 400 ലിറ്റേഴ്സിനകത്ത് വരുന്ന ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇൻഫിനിറ്റിയുടെ സൗണ്ട് സിസ്റ്റം, JBL ഇൻഫിനിറ്റിയുടെ സൗണ്ട് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ബാക്കിലായിട്ട് നമുക്ക് സബ് വൂഫർ കാണാൻ സാധിക്കും. ഒരു ഹുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ടിപ്പിക്കൽ മാരുതി അഫെയർ തന്നെയാണ്, നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെയാണ്. ലോഡിംഗ് ലിപ്പ് ഹയർ സൈഡിലാണ്. അപ്പോൾ നമ്മളൊരു ബാഗേജോ കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഈ ഒരു വണ്ടി SUV ആയതുകൊണ്ട് അതൊരു കുറ്റമായിട്ട് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ജാക്കും ടൂൾ കിറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു ട്രേക്കകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും താഴെയായിട്ടാണ് നമുക്ക് സ്റ്റെപ്പിനി അല്ലെങ്കിൽ സ്പെയർ ടയർ വരുന്നത്. സർപ്രൈസിംഗ്ലി അതൊരു അലോയ് വീലാണ്, ഫുൾ സൈസ് ആയിട്ടുള്ള ഒരു സ്പെയർ വീലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഈ ഒരു വണ്ടി വളരെ പ്രീമിയം ആയിട്ടാണ് ഈ പറഞ്ഞ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം ആ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതുമകളെല്ലാം ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റിയറിൽ പാർസൽ ട്രേ കാണാൻ സാധിക്കും. ഇൻറ്റഗ്രേറ്റഡ് ഹാൻഡിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ബൂട്ട് ക്ലോസ് ചെയ്യാനായിട്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ഒരു ക്യാമറയും
ഇലക്ട്രോ മാഗ്നറ്റിക് ബട്ടണും റിക്വസ്റ്റ് സെൻസർ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ താക്കോൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താക്കോൽ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. റിക്വസ്റ്റ് സെൻസറിൽ ടാപ്പ് ചെയ്താൽ മതി. നമുക്ക് കയ്യിൽ എന്തെങ്കിലും സാധനങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താക്കോൽ പുറത്തെടുക്കാതെ തന്നെ സുഖമായിട്ട് ബൂട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് റിയർ പ്രൊഫൈലിലെ കാര്യങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലറിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു LED സ്റ്റോപ്പ് ലാമ്പ്, ഹൈ റേസ്ഡ് സ്റ്റോപ്പ് ലാമ്പും നമുക്ക് രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക് സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഒരു ഫിനിഷ് നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കുറച്ചൊരു സ്പോട്ടി അപ്പീൽ നൽകുന്ന രീതിയിൽ രണ്ട് സൈഡിലും ആ ഒരു സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ ലൈൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ വൈപ്പറും വാഷറും വരുന്നുണ്ട്. നെക്സയുടെ സ്റ്റിക്കർ, നമ്മൾ സാധാരണ നെക്സ വാഹനങ്ങളിൽ കാണുന്ന പോലെ സ്റ്റിക്കർ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ടാണ് നമുക്ക് വാഷർ ജെറ്റ് വരുന്നത്. വൈപ്പേഴ്സും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നീറ്റും ക്ലീനുമായിട്ട് തന്നെ റിയറിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്, നമ്മൾ നെക്സയിൽ പൊതുവെ കാണുന്ന നെക്സ ബ്ലൂ അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബ്ലൂ എന്ന് പറയുന്ന ഷെയ്ഡാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. 10ഓളം കളേഴ്സിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതിൽ 4 ഷെയ്ഡ്സിൽ നമുക്ക് ഡ്യുവൽ ടോൺ ഓപ്ഷൻ, അതായത് ടോപ്പ് ബ്ലാക്ക് വരുന്ന രീതിയിൽ 4 ട്രിംസ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 2600 mm ആണ് വീൽ ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് ഇൻറ്റീരിയേഴ്സിൽ വരുന്നുണ്ട്. അത്യാവശ്യം വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോഴ്സാണ്. നമുക്ക് ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും 90 ഡിഗ്രി അല്ലെങ്കിൽ പോലും എളുപ്പം വണ്ടിക്കകത്ത് കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഡോർ ഓപ്പൺ ആവുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ബോഡി കളേർഡാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഡ്യുവൽ ടോണിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് വരും, റൂഫ് ബ്ലാക്ക് വരും. അതേപോലെ ഈ സംഭവങ്ങളെല്ലാം ബ്ലാക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. ഡോർ പാഡ്സിലേക്ക് വരുമ്പോൾ വളരെ ബൾക്കി ആയിട്ടുള്ള, വളരെ വെയിറ്റ് തോന്നിക്കുന്ന, വളരെ വെയിറ്റുള്ള ഡോറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 50% മോർ ഹൈ ടെൻസൈൽ സ്റ്റീൽ യൂസ് ചെയ്താണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് പാനലും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് റിയർ ഡോർ പാഡ്സിൽ വരുന്നത്. അതിലും ചെറിയൊരു എന്താ പറയുക, ഒരു ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ക്രോം റാപ്ഡ് ആയിട്ടുള്ള ലിവറാണ് വന്നിരിക്കുന്നത്. അതിന് പുറമെ ആംറസ്റ്റിൻ്റെ പോർഷനിൽ ഈ ഒരു യൂണിറ്റ്, ഈ ഒരു പോർഷൻ നമുക്ക് പിയാനോ ബ്ലാക്ക് വന്നിട്ടുണ്ട്. അതിന് പുറമെ 4 വിൻഡോസ്, പവർ വിൻഡോസ് 4ഉം സിംഗിൾ ടാപ്പിൽ അപ്പ് ആൻഡ് ഡൗൺ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിൽ ഫാബ്രിക് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിൽ ഹോൾഡർ കാണാൻ സാധിക്കും. ആ ഒരു പോർഷനിൽ ചെറിയ ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫിനിറ്റിയുടെ മ്യൂസിക് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. JBL ഇൻഫിനിറ്റിയുടെ മ്യൂസിക് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. വളരെ ബൾക്കി ആയിട്ട് തന്നെ ഡോസും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അകത്തോട്ട് കയറാനായാലും നമുക്ക് വളരെ എളുപ്പം കയറാം. സീറ്റ്സിലേക്ക് വരുമ്പം ഒരു എന്താ പറയുക, നമുക്ക് ലെതർ ഫാബ്രിക് കോംബോയിലാണ് നമുക്ക് സീറ്റിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഫാബ്രിക്കും അതേപോലെ ലെതറും യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ള ഫീൽ നൽകുന്ന രീതിയിലുള്ള എന്താ പറയുക സീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ സിംഗിളും ഡ്യുവൽ സ്റ്റിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 3 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് നമുക്ക് റിയറിൽ വരുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് നമുക്ക് വളരെ എളുപ്പം നമുക്ക് ബാക്കിൽ ഈ ഒരു പോർഷൻ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സീറ്റ്സ് നമുക്ക് ടംബിൾ ചെയ്യാൻ സാധിക്കും. ഏറെക്കുറെ ഫ്ലാറ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വലിയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാഹനത്തിൽ ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. നമുക്ക് ബാക്ക് സീറ്റ്സിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് ലംബാർ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, അതായത് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. വലിയ രീതിയിലല്ല, എന്നാലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വരുത്താൻ സാധിക്കും. ഉള്ളിലേക്ക് വളരെ എളുപ്പം തന്നെ കയറാൻ സാധിക്കും. തെറ്റില്ലാത്ത തൈ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ദൂരെ യാത്ര പോകാനായാലും പോലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ കാല് വെച്ച് എൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് അനുസരിച്ചാണ് ഫ്രണ്ട് സീറ്റ് ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. കുറച്ചും കൂടെ ബാക്കിലോട്ടാണ് അപ്പുറത്തെ കോ പാസഞ്ചർ സൈഡ് സീറ്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ പോലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്കൊരു സെൻട്രൽ ആംറസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബൂട്ടും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു യൂണിറ്റ് നമ്മൾ ടംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെ ബാക്കിലോട്ട് ബൂട്ട് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മളെ കൈ വരുന്ന റെസ്റ്റ് ചെയ്യുന്ന പോർഷൻ ആയതുകൊണ്ട് ആ ഒരു പോർഷൻ ലെതറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് ആങ്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിപ്പം മാൻഡേറ്ററി ആയിട്ട് എല്ലാ വാഹനങ്ങളിലും BS6 വന്ന സമയത്ത് സേഫ്റ്റി നോംസിൽ വന്നൊരു അപ്ഡേറ്റ് ആണ്. ഓൾ ഫ്ലാറ്റ് ഇൻറ്റീരിയേഴ്സ്, അല്ലെങ്കിൽ ടോട്ടലി ഫ്ലാറ്റ് ആയിട്ടുള്ള എന്താ പറയുക പ്ലാറ്റ്ഫോമാണ് ഉള്ളിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് കുറച്ചും കൂടെ കൂടുതലുണ്ട്. നടുക്കൊരാൾക്ക് വളരെ സുഖമായിട്ടിരിക്കാം. 2 പേർക്കല്ല, ബാക്കിൽ 3 പേർക്ക് വളരെ സുഖമായിട്ടിരിക്കാം. AC വെൻസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. 2 ചാർജിങ് പോർട്ട്സ് ആ ഒരു പോർഷനിൽ, ഒരു ഫോൺ വയ്ക്കാനുള്ള സ്പേസ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഷോറൂമിനുള്ളിൽ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ ലൈറ്റ് ഇല്ലാത്തത്. ലെഫ്റ്റ് സൈഡിലെ സീറ്റിൻ്റെ, അതായത് ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്കിൽ നമുക്കൊരു മാഗസീൻ ഹോൾഡർ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ഹോൾഡർ വരുന്നുണ്ട്. അതുകൂടാതെ റൂഫ് ലൈനേഴ്സ് ടോട്ടലി ബ്ലാക്ക് ആണ്. അത് ബ്ലാക്ക് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രീമിയം ആയിട്ട് ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം അല്ലെങ്കിൽ റിച്ച് ഫീല് കിട്ടുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ ഹാൻഡിലും ഹുക്കും കൊടുത്തിട്ടുണ്ട്. LED റീഡിംഗ് ലാംപ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിനുള്ളിൽ ബാക്കിൽ 2 സൈഡിലായിട്ട് കാണാൻ സാധിക്കും. അതും ഈ പറഞ്ഞ പോലെ ഹാലജന് പകരം LED കൊടുത്തുകൊണ്ട് കുറച്ചും കൂടെ ഒരു പ്രീമിയം ആയിട്ടുള്ള ലുക്ക് തോന്നിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡും ഗ്രാബ് ഹാൻഡിലും ഹുക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
അതുകൂടാതെ റൂഫ് ലൈനർ ബ്ലാക്ക് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ലുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ആയിട്ടുള്ള ഒരു സൺറൂഫാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ സൺറൂഫിൻ്റെ ഫാനല്ല. സൺറൂഫിന് ഈ പറഞ്ഞ പോലെ ലോങ് റണ്ണിൽ മെയിൻ്റനൻസ് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫിക്സഡ് ആയിട്ടുള്ളൊരു സൺറൂഫാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമുക്കത് തുറക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ആ ഒരു സൺറൂഫ് എന്നുള്ളൊരു ആഗ്രഹം ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു അത്യാവശ്യം വലിയ സൺറൂഫ്, നോർമൽ പനോറമിക് അല്ല, പക്ഷേ അത്യാവശ്യം വലിയൊരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. 7 എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതിന് പുറമെ നമുക്കൊരു നീ എയർ ബാഗും കൂടെ വരുന്നുണ്ട് ഡ്രൈവർ സൈഡിൽ. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും കോംപ്രമൈസ് ഇല്ല. കാര്യം വളരെ പ്രീമിയമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഇലക്ട്രിക് വാഹനങ്ങളിൽ മാരുതിയുടെ പോർട്ട്ഫോളിയോയിൽ അത്യാവശ്യം പ്രീമിയമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു മോഡലും വേരിയൻറ്റുമാണ് ഈ വിറ്റാര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. വീണ്ടും ഡോർ ഹാൻഡിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ റിക്വസ്റ്റ് സെൻസറും കീ ഇൻസേർട്ട് ചെയ്യുന്ന ഹോൾ വരുന്നുണ്ട്. ഫ്രണ്ട് ഡോർ പാഡിലേക്ക് വരുമ്പോൾ നമുക്ക് മൾട്ടി കളർ ഇൻ ദ സെൻസ് നമുക്ക് 2-3 എക്സ്ട്രാ എലമെൻറ്റ്സ് റിയർ ഡോർ പാഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഡോറിൽ വരുന്നുണ്ട്. ഇതെല്ലാം ഒരു സോഫ്റ്റ് ടച്ച് കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക് ആണ്. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന പോലെ ഹാർഡ് പ്ലാസ്റ്റിക്, ഒരു എന്താ പറയുക സ്ക്രാച്ചി പ്ലാസ്റ്റിക് അല്ല, കുറച്ചും കൂടെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ബ്രൗൺ ഷെയ്ഡിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു ഗൺ മെറ്റൽ ഗ്രേ ഫിനിഷിൽ നമുക്ക് അല്ലെങ്കിൽ ഗൺ മെറ്റൽ ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷിൽ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ക്രോം റാപ്ഡ് ആയിട്ടുള്ള ഡോർ ഓപ്പണിംഗ് ലിവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ചെറിയ ഡിസൈൻ പാറ്റേണിലാണ് നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അല്ലെങ്കിൽ എൻഗ്രേവിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. മൾട്ടി കളർ ആംബിയൻ ലൈറ്റ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ്, പകലായതുകൊണ്ട് കറക്റ്റ് കിട്ടില്ല, എന്നാലൊരു യെല്ലോ ഷെയ്ഡ് കാണാൻ സാധിക്കും. അതുകൂടാതെ നമ്മളുടെ പവർ വിൻഡോ സ്വിച്ച് ഗിയേഴ്സിലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ മാരുതി വണ്ടികളിൽ കണ്ടുവരുന്ന പോലെ എല്ലാ വണ്ടിയിലും കാണുന്ന സെയിം സ്വിച്ച് ഗിയർ അല്ല വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ സ്വിച്ച് ഗിയേഴ്സിലും ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് സിംഗിൾ ടാപ്പിൽ തന്നെ ഇതെല്ലാം 4 വിൻഡോസും സിംഗിൾ ടാപ്പിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു എന്താ പറയുക, വളരെ പുതുമയുള്ളൊരു കാര്യമാണ്. മാരുതിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു പുതുമയുള്ള കാര്യമാണ്. 4 ഡോസും നമുക്ക് പവർ വിൻഡോസും ഇലക്ട്രിക്കലി 1 ടച്ചിൽ അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ആ ഒരു പോർഷൻ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും പ്രീമിയംനെസ് കുറച്ചും കൂടെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് ആംറസ്റ്റിൽ ആ ഒരു ഭാഗത്ത് നമുക്കൊരു ഫാബ്രിക് ഇൻസേർട്ടും കുഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും സ്പീക്കറിൻ്റെ ഒരു പോർഷൻ കാണാൻ സാധിക്കും. ചെറിയ ഡിസൈനോട് കൂടിയാണ്, ഒരു കണ്ടിന്യൂസ് ഒരു ഡിസൈൻ വരുന്ന ഫ്ലോട്ടിംഗ് ഡിസൈൻ തോന്നിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ അക്കോമഡേറ്റ് ചെയ്യുന്നൊരു ഹോൾഡറും പ്രോപ്പറായിട്ടുള്ളൊരു ഡെഡ് പെഡൽ നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാം. അതിന് പുറമെ നമുക്ക് ബ്രേക്ക് ലിവറും അതേപോലെ ആക്സിലേറ്ററിൻ്റെ ലിവറും പെഡലും കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് നമുക്ക് SRS എയർ ബാഗ്, അതായത് നീ എയർ ബാഗ് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊന്ന് ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. സാധാരണ ആദ്യം കാണിക്കുന്നതാണ്, ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോണറ്റൊക്കെ വളരെ അധികം ഹെവിയാണ്. നമ്മൾ സാധാരണ പറയുന്ന കുറ്റമൊന്നും പറയേണ്ട കാര്യമില്ല, വളരെ ഹെവി ആയിട്ടുള്ള ബോണറ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 50% മോർ ഹൈ ടെൻസൈൽ സ്റ്റീൽ യൂസ് ചെയ്താണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. മോട്ടറും കാര്യങ്ങളൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 500 to 600 ആണ് നമുക്ക് ടോപ്പ് ഓഫ് ദി ലൈൻ വേരിയൻറ്റിൽ നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷനിൽ, ടോപ്പ് ലൈൻ എഞ്ചിൻ ഓപ്ഷനിൽ വരുന്ന, എഞ്ചിനല്ല മോട്ടർ ഓപ്ഷനിൽ വരുന്ന ടോട്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻസുലേഷൻ്റെ ആവശ്യമില്ല, കാര്യം ഈ ഒരു വണ്ടി ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇൻസുലേഷൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ബാക്കി മെഷർമെൻറ്റ്സും ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മാരുതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം പറയുന്നതായിരിക്കും നല്ലത്. എന്നാലും ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് 500 to 600 അകത്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടോട്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽ അപ്ഡേറ്റ് കിട്ടുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം ടോട്ടൽ റേഞ്ച് എത്രയാണെന്നുള്ളത്. സീറ്റ്സിലേക്ക് വീണ്ടും വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ബാക്കിൽ പറഞ്ഞ മാതിരി തന്നെയാണ് ഒരു ലെതർ കം ഫാബ്രിക് കോംബോയിൽ വരുന്ന അത്യാവശ്യം ക്വിൽറ്റും കാര്യങ്ങളൊക്കെ ഉള്ള 10-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് നമുക്ക് ഈ വിറ്റാരയിൽ വന്നിരിക്കുന്നത്. വീണ്ടും മാരുതിയിൽ പൊതുവേ കണ്ടുവരാത്തൊരു കാര്യമാണ് 10-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഈ വിറ്റാരയിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് 2 സീറ്റ്സും വെൻറ്റിലേറ്റഡുമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇനി പരാതിയില്ല. ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവർ കൊടുക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ലെവൽ 2 ADAS വരെ ഈ ഒരു വണ്ടിയിൽ മാരുതി കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സിലേക്ക് വരുമ്പോൾ വീണ്ടും വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും വളരെയധികം പ്രീമിയമായിട്ടും ഇപ്പോഴത്തെ കോമ്പറ്റീഷനോട് ഒത്തു നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മളുടെ ഇൻറ്റീരിയേഴ്സും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരാം. ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് കോളമാണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന 3 സ്പോക്ക് അല്ല, ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് കോളമാണ് കൊടുത്തിട്ടുള്ളത്. ഈവൻ
സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് എക്സ്ട്രാ ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് കിട്ടുന്ന പാം സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നടുക്കായിട്ട് സുസുക്കിയുടെ ലോഗോ കാണാം. ആ ലോഗോ എന്ന് പറയുന്നത് വീണ്ടും ഒരു സിൽവർ ഫിനിഷിലാണ്. ലെഫ്റ്റ് സൈഡിൽ മീഡിയ കൺട്രോൾസും കാര്യങ്ങളും, റൈറ്റ് സൈഡിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അതെല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ കണ്ടുവരുന്ന സ്വിച്ച് ഗിയേഴ്സ് അല്ല, നമുക്ക് ഈവൻ ഈ ഒരു എന്താ പറയുക നമ്മൾ സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരുമ്പോൾ അതിലും കുറേ അധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡിജിറ്റലായിട്ടുള്ള അല്ലെങ്കിൽ LED സ്ക്രീനാണ്, നമുക്ക് ഡ്യുവൽ സ്ക്രീനാണ് വരുന്നത്. വണ്ടി റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, ബാറ്ററി പെർസെൻറ്റേജും അതേപോലെ റീജനും ADAS ഫങ്ഷൻസും എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഡിസ്പ്ലേ വരുന്നത് ഈ ഒരു യൂണിറ്റിലാണ്. വളരെ എന്താ പറയുക സ്ലീക്കായിട്ടുള്ള വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് കോളമാണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. നമുക്ക് താഴെയായിട്ടൊരു ചെറിയ സിൽവർ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ലെതർ റാപ്ഡാണ്, ഡ്യുവൽ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. വളരെ പ്രീമിയം ആയിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റിയറിംഗ് കോളം തന്നെയാണ്. റീച്ച് ആൻഡ് ബ്രേക്ക് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ കാണാം. നമുക്ക് ഫ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ മിക്ക വണ്ടികൾ, ഹ്യുണ്ടായി കിയ വണ്ടികളിലെല്ലാം കാണുന്ന പോലെ, അല്ലെങ്കിൽ മഹേന്ദ്രയുടെ വണ്ടികൾ, പുതിയ വണ്ടികളെല്ലാം നമ്മൾ കാണുന്ന പോലെ ഒരു സിംഗിൾ കൺസോൾ എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ മീറ്റർ കൺസോളും ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനും ഒറ്റ ഒരു ഫ്രെയിമിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ ഒരു യൂണിറ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓൾദോ അതിൻ്റെ ബെസൽസ് വലുതാണെങ്കിലും അത്യാവശ്യം ഒരു എന്താ പ്രീമിയം ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് സെലക്ടർ നോബ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ റിവേഴ്സ്, പാർക്ക്, ഡ്രൈവ്, ന്യൂട്രൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു നോബ് യൂസ് ചെയ്താണ്. നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഒബ്വിയസ്ലി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾ വ്യൂസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ആ ഒരു സ്ക്രീനിലായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഈ പറഞ്ഞ പോലെ അഡാപ്റ്റീവായിട്ടുള്ള ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. ക്യാമറ ക്വാളിറ്റി ഓക്കേഷാണ്, നമുക്ക് ഭയങ്കര ഇതായിട്ട് പറയാനില്ല. നമ്മൾ നോർമൽ സാധാരണ 360 ഡിഗ്രി ക്യാമറയിൽ ഉള്ള വണ്ടികളിൽ കണ്ടുവരുന്നൊരു, ബാക്കി ബ്രാൻഡിലും കണ്ടുവരുന്ന രീതിയിലുള്ള ക്വാളിറ്റിയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഈവൻ ആ ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയേണ്ട കാര്യം, ആ ഒരു ഹസാർഡ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ആ വണ്ടി ഇതിനകത്ത് വരുന്ന ആനിമേഷൻ ഒരു വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയിൽ ഹസാർഡ്സ് ഓൺ ആവും. നമ്മൾ ഏത് ഇൻഡിക്കേറ്ററാണ് ഓൺ ചെയ്യുന്നത് ആ ഇൻഡിക്കേറ്റർ ആ വണ്ടിയിൽ സ്ക്രീനിനകത്ത് ആ വണ്ടിയിൽ ഓൺ ആവും. അപ്പോൾ അറ്റൻഷൻ ടു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മാരുതി ഒരുപാടധികം അഡ്വാൻസ്ഡ് ആയിരിക്കും, ഒരുപാടധികം വ്യത്യാസം വന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും സന്തോഷിക്കാനുള്ള കാര്യമാണ്. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ പരാതികളാണ് ബാക്കി ഈ പറഞ്ഞ കൊറിയൻ ബ്രാൻഡ്സും ഈ പറഞ്ഞ ചൈനീസ് ബ്രാൻഡ്സും കൊണ്ടുവരുന്ന കുറേ മോഡേൺ ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നും മാരുതി അഡാപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഒബ്വിയസ്ലി താഴോട്ടുള്ള മോഡൽസിലും ഇതൊക്കെ ഇനി ഭാവിയിൽ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. വളരെ അധികം റെസ്പോൺസീവായിട്ടുള്ളൊരു മീഡിയ സ്ക്രീൻ തന്നെ നമുക്ക് നടുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ലോഞ്ചിന് വന്ന വണ്ടിയാണ്. അപ്പോൾ ചില ഫംഗ്ഷൻസും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാത്തത് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ലൈനിലോട്ട് വരുന്ന വണ്ടിയിൽ വരുമ്പോൾ ഇതെല്ലാം പക്കയായിരിക്കും. ഇത് നമുക്ക് ഇപ്പം ഈ പറഞ്ഞ ലോഞ്ചിനായിട്ട് ഷോക്കേസ് ചെയ്യാൻ, കോമൺ ആൾക്കാർക്ക് ഷോക്കേസ് ചെയ്യാനായിട്ടാണ് ഈ വണ്ടി മാരുതിന് ഡയറക്റ്റ് വന്നിരിക്കുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും നമ്മൾ പ്രൊഡക്ഷൻ ലൈനിലേക്ക് വരുന്ന ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടാവും. ടയർ പ്രഷർ, TPMSും കാര്യങ്ങളെല്ലാം ഒബ്വിയസ്ലി ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതുകൂടാതെ AC കൺട്രോൾസും കാര്യങ്ങളെല്ലാം നമുക്ക് ഫിസിക്കൽ ബട്ടൺസിന് പുറമെ ഈ ഒരു സ്ക്രീൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏത് മോഡാണ് ഇപ്പോൾ AC സെലക്ട് ചെയ്തെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ മോഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ മോഡ്സിൻ്റെ ഇലിസ്ട്രേഷൻ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കും. കണ്ടോ, നമുക്ക് മുഖത്തോട്ടോ മാത്രമാണ്, കാലിലും മുഖത്തോ അല്ലെങ്കിൽ ക്യാബിനിലും അതേപോലെ ഡീഫോഗർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇലിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സീറ്റ് വെൻറ്റിലേഷൻ്റെ കൺട്രോൾസും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ഫാൻ സ്പീഡിലാണ് സീറ്റ് വെൻറ്റിലേഷൻ വരുന്നത്. അത്യാവശ്യം പെട്ടെന്ന് കൂളാവുന്ന രീതിയിൽ തന്നെ സീറ്റ് വെൻറ്റിലേഷനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് മാരുതി സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് പുതിയ കാര്യങ്ങളാണ്. വളരെ എന്താ പറയുക സന്തോഷം തോന്നുന്ന കുറേ പുതിയ ഫീച്ചേഴ്സാണ്. നമുക്ക് കുറേ നാളായിട്ട് പരാതി കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം മാരുതി ഇപ്രാവശ്യം പരിഹരിച്ചിരിക്കുകയാണ്. AC-യുടെ സ്വിച്ചും കാര്യങ്ങളെല്ലാം നമുക്ക് ഫിസിക്കലായിട്ടും ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫാൻ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഫിസിക്കൽ ഒരു ബട്ടൺ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു വോളിയം റോക്കർ അല്ലെങ്കിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു റോട്ടറി ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വളരെ സ്ലീക്കായിട്ട് ഒരു ചെറിയ നോബാണ്, പക്ഷേ വളരെ സ്ലീക്കായിട്ട് വളരെ നല്ല പ്രീമിയമായിട്ട് തോന്നിക്കുന്ന രീതിയിൽ ആ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ടുള്ള 2 ക്യൂബ് ഷേപ്ഡ് നമുക്ക് AC വെൻസ് കാണാം. അതിന് ചുറ്റും ഒരു ഗൺമെറ്റൽ അല്ലെങ്കിൽ ഒരു ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഗൺമെറ്റലല്ല, ആക്ച്വലി ഗ്രാനൈറ്റ് ഗ്രേ എന്ന് പറയും. ഒരു ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് നമുക്ക് ഹസാർഡിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 3 കളറായിട്ട് തന്നെയാണ് ഈവൻ നമ്മുടെ ഡാഷ്ബോർഡും വന്നിരിക്കുന്നത്. നടുക്കലത്തെ പോർഷൻ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയമായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രൗൺ അല്ല, ഒരു ടാൻ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, ഒരു ടാൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് തൊട്ട് താഴേക്ക് വരുമ്പോൾ
വയർലെസ് ചാർജിങ് ഈ ഒരു വണ്ടിയിൽ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പം നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു പോർഷനിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫോൺ ചാർജ് ആവുന്നത്. അപ്പോൾ ഫോൺ ചാർജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ബ്ലൂ ലൈറ്റ് ഇലുമിനേറ്റ് ആവുന്നതാണ്, ഓറഞ്ച് മാറി ബ്ലൂ ആവും. ഈ ഒരു പോർഷനിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ കീ ഫോബ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന കീ ഫോബ് തന്നെ, വലിയ തെറ്റില്ല. കീ ഫോബ് ആ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ട്വിൻ ഡെക്ക് ഫ്ലോട്ടിംഗ് കൺസോളാണ് നടുക്ക് വന്നിരിക്കുന്നത്. ട്വിൻ ഡെക്കാണ്, കാണാം നമുക്ക് മുകളിലും താഴെ ഒരു ഡെക്ക് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആക്ച്വലി BYD Atto 3യിൽ ഇങ്ങനെ ഒരു സിസ്റ്റമാണ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പിലാണ് കൺസോൾ കണ്ടിട്ടുള്ളത്. താഴെ നമുക്കൊരു പോർഷൻ അവൈലബിൾ ആണ് ഫോൺ ചാർജ് ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ മുകളിൽ ടോട്ടൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് 3 ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആണ്, ഈക്കോ, നോർമൽ, സ്പോർട്ട്. അപ്പോൾ ആ ഡ്രൈവ് മോഡ് സെലക്ടറാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഒരു ഡമ്മി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ബ്രേക്ക് റീജൻ്റെ നമുക്ക് ഇൻഡിക്കേഷൻ, റീജൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഗിയറാണ് ആ ഒരു പോർഷനിൽ കാണുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്നോ മോഡ്, അതായത് നമ്മളിപ്പം സ്നോ ഉള്ള ഒരു സ്ഥലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ട്രാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സ്നോ മോഡും കൂടെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇലക്ട്രിക് പാർക്ക് ബ്രേക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാം വളരെ എളുപ്പം തന്നെ നമുക്ക് പാർക്ക് ബ്രേക്സ് എൻഗേജും ഡിസെൻഗേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് ബാക്കിൽ ഹോൾഡ്, നമുക്ക് ഓട്ടോ ഹോൾഡിൻ്റെ ഒരു സ്വിച്ച് ഗിയർ കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പം നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോബ് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ടാക്കി റൈറ്റിലോട്ട് തിരിച്ചാൽ ഡ്രൈവും ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ റിവേഴ്സിലോട്ടാണ് വീഴുന്നത്. അപ്പോൾ നമുക്ക് കാണാം, നമുക്ക് അതിനും ഒരു ചെറിയൊരു ആ ഒരു ഓർണമെൻറ്റും ചെറിയൊരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ന്യൂട്രലിലോട്ട് വീഴും ഓട്ടോമാറ്റിക്. ഞാൻ പറഞ്ഞ റൈറ്റിലോട്ട് ഡ്രൈവും ലെഫ്റ്റിലോട്ട് റിവേഴ്സും. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പാർക്കിൽ നമുക്കൊരു സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പാർക്കിലോട്ട് വണ്ടി വീഴുന്നതായിരിക്കും. ഹാൻഡ് ബ്രേക്കും എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസോൾ വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്വിൻ ഡെക്ക് ഫ്ലോട്ടിംഗ് കൺസോൾ എന്നാണ് ഇതിനെ പറയുന്നത്. തൊട്ട് താഴെ 12 വോൾട്ടിൻ്റെ ഒരു ആക്സസറി സോക്കറ്റും ഒരു Type Aയും Type C ചാർജിങ് സ്ലോട്ട് ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വയറൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ പോലും വയറൊന്നും പുറത്ത് വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ നീറ്റായിട്ട് വയർ കൺസീൽഡായിട്ട് താഴെ തന്നെ ഇരുന്നോളും. അപ്പം വയറൊന്നും പുറത്ത് കാണത്തില്ല. അപ്പം നമുക്ക് വളരെ എളുപ്പം ഫോൺ താഴെ ചാർജ് ചെയ്യാൻ വെക്കാൻ പറ്റും. അത് മാത്രമല്ല, ഫോൺ ഇപ്പോൾ താഴെ വെക്കുന്ന സമയത്ത് വണ്ടി ഓടുമ്പോൾ അങ്ങനെ റാറ്റ്ലിംഗ് സൗണ്ടോ കാര്യങ്ങളൊന്നും കേൾക്കില്ല. കാര്യം അവിടെ ചെറിയൊരു ഗ്രിപ്പ് പോലെയുള്ളൊരു സർഫസാണ് വന്നത്. ഇപ്പോൾ ഫോൺ അവിടെ ഇൻടാക്റ്റ് ആയിട്ട് സേഫായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. ഒരു വലിയ ആംറസ്റ്റ് നമുക്ക് നടുക്ക് കാണാൻ സാധിക്കും. അത് ലെതർ റാപ്ഡാണ്, ഒരു ടാൻ ഷെയ്ഡിൽ തന്നെ. അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ആംറസ്റ്റാണ്. നമുക്ക് കുറേ അധികം സാധനങ്ങൾ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ആ ഒരു പോർഷനും വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ അല്ല, പക്ഷേ അഡ്ജസ്റ്റബിൾ ആവശ്യമില്ല, കാര്യം അത്രയ്ക്കും വലിയ ആംറസ്റ്റാണ്. ഒരു ഗ്ലൗ ബോക്സ് ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. അത്യാവശ്യം ഡീപ്പാണ്. ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് ഒരു പഡിൽ ലാമ്പ് കാണാൻ സാധിക്കും. ഇപ്പോൾ വണ്ടിക്കകത്ത് ഈ പറഞ്ഞ ആംബിയൻ ലൈറ്റിന് പുറമെ പഡിൽ ലാമ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് ആയിട്ടുള്ള സൺറൂഫാണ്. സൺറൂഫ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലി സൺറൂഫ് വലിയ താല്പര്യമുള്ള കാര്യമല്ല. കാര്യം നമ്മൾ ഇന്ത്യൻ ക്ലൈമറ്റിൽ സൺറൂഫ് നമുക്കൊരു ഫാൻസി ഒരു എലമെൻറ്റാണ്, എല്ലാവർക്കും പക്ഷേ ഇഷ്ടമുള്ള ഒരു എലമെൻറ്റാണ് സൺറൂഫ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഫിക്സഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വൈസറും കാര്യങ്ങളെല്ലാം നമുക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ്. നമുക്ക് ഒരു വാനിറ്റി മിറർ 2 വൈസറിലും വരുന്നുണ്ട്. പക്ഷേ ലൈറ്റ് കൊടുത്തിട്ടില്ല, ലൈറ്റും കൂടെ കൊടുക്കാമായിരുന്നു. അപ്പോൾ ലൈറ്റ് അതിൽ മിസ്സിംഗ് ആണ്. IRVMലേക്ക് വരുമ്പോൾ നോർമൽ ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫ്രെയിംലെസ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഓട്ടോ ഡിമ്മിങ് IRVM നമുക്ക് ഈ വിറ്റാരയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ പ്രീമിയമായിട്ട് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. LED ക്യാബിൻ ലാംപ്സാണ് നമുക്ക് ഈ വിറ്റാരയിൽ വന്നിരിക്കുന്നത്. നമുക്ക് 2 സൈഡിലും 2 ക്യാബിൻ ലാംപ്സ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കതെങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് പുറമെ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ബ്ലൂടൂത്തിൻ്റെ മൈക്ക് വന്നിരിക്കുന്നത്. എമർജൻസി സിറ്റുവേഷൻസിൽ എന്തെങ്കിലും നമ്മൾ പെട്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ SOS നമുക്ക് സ്വിച്ച് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കോൾ സെൻറ്ററിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും, അവർക്ക് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള സൺറൂഫാണ്, അത്യാവശ്യം വലിയ സൺറൂഫാണ്. നമുക്ക് കേർട്ടൻസ് എന്ന് പറയും, നമ്മൾ നോർമൽ വിറ്റാര കാണുന്ന പോലെ ഒരു തുണി കൈൻഡ് ഓഫ് മെറ്റീരിയൽ, അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഒരു യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂടൊന്നും വലിയ രീതിയിൽ അകത്തേക്ക് ശല്യപ്പെടുത്താനുള്ള സാധ്യത കാണുന്നില്ല. ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് എൻജിൻ അല്ലെങ്കിൽ മോട്ടർ ഓൺ ഓഫ് അല്ലെങ്കിൽ വണ്ടിയുടെ പവർ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുള്ളത്. ആ ഒരു പോർഷനിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വളരെ എന്താ പറയുക, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും വളരെ ഭംഗിയോടുകൂടിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ അകമായാലും പുറമായാലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
അതിന് പുറമെ നമുക്ക് അക്വസ്റ്റിക് വെഹിക്കിൾ അലാം സിസ്റ്റം എന്ന് പറഞ്ഞും AVAS എന്ന് പറഞ്ഞ അവാസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റവും കൂടെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നു. ബേസിക്കലി അത് ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. വളരെ കുറേ അധികം കാര്യങ്ങൾ ഇനി മാരുതിയുടെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് കിട്ടാനുണ്ട്. അപ്പോൾ ഈ ഒരു അവാസ് എന്ന് പറയുന്ന സിസ്റ്റം ബേസിക്കലി ഈ വണ്ടി നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ പൊതുവേ അങ്ങനെ എന്താ പറയുക ഭയങ്കര സൈലൻ്റ് ആണ്. അപ്പോൾ പെട്ടെന്ന് പെഡസ്ട്രിയൻസ് ആയാലും സൈക്ലിസ്റ്റ് ആയാലും പെട്ടെന്ന് ഈ ഒരു വണ്ടി ബാക്കിൽ വരുമ്പോൾ അറിയില്ല. അപ്പോൾ അവരെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് അവാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ ഒബ്വിയസ്ലി നമ്മൾ അടുത്ത ഒരു എന്താ പറയുക റിവ്യൂ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ നമ്മളിപ്പം ഒരു ഈ ബ്രൗഷറിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ പെഡസ്ട്രിയൻസിനെ സൈക്ലിസ്റ്റിനെയൊക്കെ ഒന്ന് അലേർട്ട് ചെയ്യാൻ വേണ്ടി. ഒരു ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് വണ്ടി ഒരു മോസ്റ്റ്ലി എന്തെങ്കിലും ഒരു സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തൊരു സൗണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നതായിരിക്കാം. അത് ഞാൻ കുറച്ച് ഉറപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം അതല്ലാതെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുസുക്കിയുടെ ഹാർടെക് പ്ലാറ്റ്ഫോം, ഈ ഹാർടെക് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. പെർഫോമൻസും എഫിഷ്യൻസിയും ഇന്നോവേഷൻ എല്ലാം കൂടെ